നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇല്ലാത്തപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ചിന്ത എന്ന് വിചാരിച്ചു. നൗ യു ആർ ഇൻ എ ഡേഞ്ചർ സോൺ. നിങ്ങൾക്കൊരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഇല്ലാത്തപ്പോഴും എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ചിന്തയെങ്കിൽ അത് നല്ല രസമായിരിക്കും, ഒരു സുഖമുള്ള അനുഭവമൊക്കെ ആയിരിക്കും. പക്ഷെ അത് അധികം വൈകാതെ കോൺഫ്ലിക്റ്റുകളിലേക്ക് പോകും എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ അവബോധം, നിങ്ങളുടെ കോൺഷ്യസ്നെസ് ആ വ്യക്തിയുടെ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല അവിടെ. നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ടും ആ വ്യക്തിയിലേക്ക് ലയിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടും രണ്ടായിട്ട് തന്നെ ഇരിക്കണം. രണ്ട് പേരും തമ്മിൽ കണക്ഷനാണ്, അല്ലാതെ രണ്ടും ഒന്നാക്കിയിട്ടില്ല. നമ്മളൊരു കറി വെച്ചു. ആ കറിയിൽ നമ്മൾ കുമ്പളങ്ങ ഇട്ടു, തക്കാളി ഇട്ടു, ഉരുളക്കിഴങ്ങ് ഇട്ടു, പലതും ഇട്ടു. കറിയൊക്കെ വെന്തിങ്ങനെ വന്നപ്പോഴേക്കും എല്ലാം കൂടെ ഒരു മാവായി മാറിയിരിക്കുന്നു എന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാവും? അതിൽ ഒരു കഷ്ണവും കാണാനില്ല, എല്ലാം കൂടെ ഒരു മാവായിരിക്കുന്നു. നല്ല കറി എന്ന് പറയും എല്ലാവരും. ഇല്ല, അതിൽ നമുക്കത് കുറച്ചൊക്കെ കാണാനും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ടാവണം. കുറച്ചൊക്കെ ഇതാണ്, ഇതിൽ കുമ്പളങ്ങ കഷ്ണമുണ്ട്, ഇതിൽ മുരിങ്ങക്ക കഷ്ണമുണ്ട്, ഇതിൽ തക്കാളി കഷ്ണമുണ്ട്, ഇത് മനസ്സിലാക്കാനും കൂടെ പറ്റണം. ഇതേപോലെയാണ് ബന്ധങ്ങൾ. ഇത് അത്യാവശ്യം കൂടി കുഴയുകയും വേണം. എന്നാൽ പൂർണ്ണമായിട്ടും കൂടി കുഴഞ്ഞ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകാനും പാടില്ല. അത്ര വലിയ ലയനം സംഭവിക്കരുത്. അത്ര വലിയ ലയനം സംഭവിപ്പിക്കുവാൻ ക്വാളിറ്റിയുള്ള മനുഷ്യർ ഈ ലോകത്തിൽ കുറവാണേ. അതുകൊണ്ട് ആരിലും പോയി അങ്ങനെ ലയിക്കരുത്. അങ്ങനെയൊക്കെ ലയിക്കുവാൻ മനുഷ്യന് താല്പര്യമുണ്ടേ. അങ്ങനെ മനുഷ്യരോട് ലയിക്കാൻ ശ്രമിക്കുമ്പോൾ നടക്കൊന്നുമില്ല. മനുഷ്യരൊക്കെ അത് അബ്യൂസ് ചെയ്യണം. അങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിൽ ലയിക്കൽ എന്ന് പറയുന്ന ടെക്നിക്ക് കണ്ടുപിടിച്ചത്. ആരിലെങ്കിലും ഒന്ന് ലയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ സേഫായൊരു സ്ഥലത്ത് ലയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പരമാത്മലയനം, ഈശ്വരലയനം ഒക്കെ മനുഷ്യൻ. സ്പിരിച്വാലിറ്റിയുടെയൊക്കെ ആ ഒരു പ്ലാറ്റ്ഫോം നിൽക്കുന്നത് അവിടെയാണ്. അവിടെ അത് പറ്റുള്ളൂ. കാരണം അത് പൂർണ്ണമായും നിങ്ങളാ തീരുമാനിക്കും. ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തില്ലാത്തപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആ വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിലാണ് അത് വലിയ പ്രശ്നമാകുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ആകർഷണം. അത് കംപ്ലീറ്റ് ആയിട്ടും ഒരു ബയോളജിക്കൽ തിയറി അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഹോർമോണൽ ലെവലിലാണ് അത് നിൽക്കുന്നത്. ആകർഷണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ എപ്പോഴും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് കണക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റേഞ്ച് ഉണ്ടാവും, നിങ്ങളുടെ ഒരു ലെവലുണ്ടാവും. ആ ലെവലുമായിട്ട് ആ വ്യക്തിക്ക് ഒരുപാട് അടുപ്പങ്ങളുണ്ടാവും. നിങ്ങളുടെ ചിന്തകളുടെ പാറ്റേണുകളുമായിട്ട് ആ വ്യക്തിയുടെ ചിന്തകളുടെ പാറ്റേണുകൾ വളരെയധികം യോജിക്കുന്നുണ്ടാവും. നിങ്ങൾ ചില കാര്യങ്ങൾ പകുതി പറയുമ്പോഴേക്കും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ അപൂർവം ചിലരുമായിട്ട് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നൊക്കെ തോന്നും. അതിൻ്റെ അർത്ഥം ആ വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിയെന്നോ നിങ്ങൾക്ക് ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയെന്നോ അല്ല കേട്ടോ. ആ വ്യക്തിയുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. ആ തുടക്കത്തിൽ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുള്ളൂ. അതുകൊണ്ട് അതൊക്കെ കണക്റ്റ് ആവും ചെയ്യും. നമ്മളുടെ വേഴ്സ്റ്റ് ഫേസ് നമ്മൾ ഫസ്റ്റ് ആരോടും കാണിക്കില്ലല്ലോ. നമ്മളുടെ വേഴ്സ്റ്റ് ഫേസ് കാണുന്നത് നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കും. എന്നിട്ടും നമ്മളെയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നു എന്നുള്ളത് അവരുടെ മഹാമനസ്സാണ് അവരുടെ. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രം നമ്മളെ വിലയില്ല, ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ മനസ്സിലാവുന്നുണ്ട്. അല്ല, നിങ്ങളുടെ എല്ലാ മുഖവും കാണുന്നവരാണ് വീട്ടിലുള്ളവർ. എന്നിട്ട് നിങ്ങളെ പടിക്ക് പുറത്താക്കിയില്ല എന്നുള്ളത് അവരുടെ കാരുണ്യമാണ്. നിങ്ങളും അങ്ങനെ തന്നെ തിരിച്ചും. പലപ്പോഴും നമ്മളിങ്ങനെ ഒരു ഇല്യൂഷനിലാവും. നമ്മുടെ വീട്ടിലുള്ളവരൊന്നും നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നും ബാക്കിയുള്ളവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ തോന്നിപ്പോകും ചിലപ്പോൾ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ സൈഡും വീട്ടിലുള്ളവരോട് കണക്റ്റ് ആവില്ല. കാരണം നിങ്ങൾ 100 കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടേ, കണക്റ്റ് ആവില്ല. വീട്ടിലുള്ളവരോട് കൂടെയും 10 കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവുന്നുണ്ടാവും. പക്ഷേ പുറമേ ഉള്ള ഒരാളുടെ കൂടെ നിങ്ങളുടെ എല്ലാ കാര്യവും കണക്റ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്തുകൊണ്ടാണെന്നറിയോ? ആ പുറമേ ഉള്ള ഒരാളുടെ കൂടെ നിങ്ങൾ ആകെ 10 കാര്യങ്ങളെ തുറന്നിട്ടുള്ളൂ, എല്ലാം തുറന്നിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 ഫേസസ് തുറന്നിട്ടുണ്ട്, അതൊക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ഷൻ, ഞാനും ആ വ്യക്തിയും തമ്മിൽ നല്ല കണക്ഷൻ ഫീൽ ആവുന്നു, എന്തൊക്കെ സിമിലാരിറ്റീസ്, അത് ഒരു ബന്ധത്തിന് കാരണമാകും. അത് കാരണം നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും. ഇത് സ്വന്തം വീട്ടിലുള്ളവരും ആകാം, ആരെങ്കിലും ആകാം. അതിന് ആരാണെന്നൊന്നും
ഇവിടെ ക്രൈറ്റീരിയ ഇല്ല. മറ്റൊന്ന് വൈകാരിക അറ്റാച്ച്മെൻറ്റ്. എന്താണ് ഈ വൈകാരിക അറ്റാച്ച്മെൻറ്റ്? ഇത് പസിൽ സോൾവിങ് ആണ്. ഇവിടെ ഒരു വ്യക്തിക്ക് ഇതൊരു പസിലാണ്, ഇതിങ്ങനെ ജോയിൻ ആവും, മനസ്സിലാവുണ്ടോ? അങ്ങനെ ജോയിൻ ആവും. ഒരു വ്യക്തിക്ക് ഒരുപാട് സംസാരിക്കണം, മറ്റൊരു വ്യക്തിക്ക് ഒരുപാട് കേൾക്കാൻ ഇഷ്ടമാണ്. ഇത് തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആവും. സംസാരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയും കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തി കണക്റ്റ് ആവും. ആണ് പെണ്ണുമായിട്ട് വേഗം കണക്റ്റ് ആവും. കാരണം അത് പസിലാണ്, രണ്ടും ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് കണക്റ്റ് ആവും. ഇനി പരിഹാരങ്ങൾ. ഇങ്ങനെയുള്ള ബന്ധനമായി കിടക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യണം.